കവി പറഞ്ഞില്ലേ, മനുഷ്യൻ ആയുസ്സാകുന്ന വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരത്തിൽ മാസങ്ങളും വർഷങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും അതിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാ. ഈ ജീവിതത്തിൽ ഈ സെക്കൻഡുകൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്നറിയുമോ? ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബ്രി. ദുനിയാവിൽ നിന്ന് അകലുകയാ, ഖബറിലേക്ക് അവനിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാ. ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡുകൾ കഴിയുമ്പോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിനു മുമ്പ് പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അല്ലാഹു നമ്മെ ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചതായ ചില സ്വഭാവങ്ങളുണ്ട്. അത് നമ്മിലുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആയത്തുകളും ഹദീസുകളും കേൾക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് പറയുന്നുണ്ട്, റിജാലുൻ, ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്ത് വഇതാഇസ് സകാത്ത്. അവർക്ക് ഭൗതികമായ ലോകത്ത് ഒന്നും തടസ്സമല്ല. ഒരു കച്ചവടമോ ക്രയവിക്രയമോ ഒന്നും തടസ്സമായി വരുന്നില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിന്, നമസ്കാരം നിലനിർത്തുന്നതിന്, സകാത്ത് കൃത്യമായി കൊടുക്കുന്നതിന് ഭൗതികമായ ലോകത്ത് ഒന്നും തടസ്സമായി വരുന്നില്ല. കാരണം എന്താണെന്നറിയുമോ? ഒരു ദിവസത്തെ അവര് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഒരു ദിവസത്തെ അവർക്ക് പേടിയാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഹൃദയങ്ങളും കാഴ്ചകളും എല്ലാം തകിടം മറിഞ്ഞു പോകുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആയത്തുകൾ കേൾക്കാനും ഹദീസുകൾ പഠിക്കാനും അവര് തയ്യാറാകും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായം 73-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാ, സഹോദരങ്ങളെ, ആയത്തുകളും ഹദീസുകളും ഒക്കെ നിരന്തരമായി കേൾക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ഇത്തരത്തിലുള്ള സദസ്സിലൊക്കെ നമ്മൾ വരാറുണ്ട്. അപ്പൊ ആയത്തുകൾ കേൾക്കുക, ഹദീസുകൾ പഠിക്കുക എന്നുള്ള അവരുടെ ഒന്നാമത്തെ സ്വഭാവം ഒരുപക്ഷെ നമ്മിലൊക്കെ ഉണ്ടെന്ന് പറയാം. ഖുതുബകൾ കേൾക്കുന്നവരാണ്, ഖുർആൻ പഠന ക്ലാസ് സംഘടിപ്പിക്കപ്പെട്ടു, അതിലൊക്കെ കൃത്യമായി പങ്കെടുക്കുന്നവരായിരിക്കാം. പക്ഷെ ഈ കേൾക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനോടുള്ള സമീപനം മുതലങ്ങ് തുടങ്ങാം നമുക്ക്. എന്താണ് വിശ്വാസികളെ പടച്ച റബ്ബ് പറയാ? സൂറത്തുൽ ഫുർഖാനിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ആ സൂറത്തിന്റെ 63 മുതൽ 76-ാമത്തെ വചനം വരെ ഇബാദുർ റഹ്മാന്റെ പ്രത്യേകതകൾ പറയുമ്പോ അതിന്റെ 73-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. അല്ലാഹുവിനെ കുറിച്ചുള്ള അവന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ അവസരം ലഭിച്ചാൽ, അല്ലാഹുവിന്റെ വചനങ്ങളിലൂടെ ഉപദേശങ്ങൾ നൽകപ്പെട്ടു കഴിഞ്ഞാൽ, ആരാണ് പടച്ച റബ്ബിനെ ഇഷ്ടപ്പെട്ട അടിമകൾ എങ്ങനെയുള്ളവരാണെന്നറിയുമോ? ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ.
ബധിരന്മാരും അന്ധന്മാരുമായിക്കൊണ്ട് അതിന്മേൽ ചാടി വീഴാച്ചവരാ എന്ന് പറഞ്ഞാൽ ആയത്തുകൾ കേൾക്കേണ്ട താമസം, ഹദീത്തുകൾ കേൾക്കേണ്ട താമസം, അത് കാണാത്തതുപോലെ അത് കേൾക്കാത്തതുപോലെ അവര് ജീവിക്കാൻ തയ്യാറാവുകയില്ല. എന്താണോ ആയത്തിന്റെ വെളിച്ചത്തിൽ അവർ കേട്ടത്, ഹദീത്തിലൂടെ എന്തൊന്നാണോ ജീവിതത്തിൽ പകർത്താൻ അവർ കേട്ടത്, ആ കേട്ട വാക്കുകളോട് അവരുടെ സമീപനം എന്താണെന്നറിയുമോ? വിശുദ്ധ ഖുർആനിന്റെ 24-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വചനത്തിൽ അല്ലാഹ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ. വിശ്വാസികളായ ആളുകളുടെ പ്രഖ്യാപനം എന്താണെന്നറിയുമോ? വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതല്ലേ പടച്ച റബ്ബിന്റെ സ്വർഗമെന്ന് പറയുന്നത്. നേരത്തെ ഈമാനിന്റെ മഹത്വത്തെ കുറിച്ച് കേട്ടില്ലേ? ഈമാനില്ലാത്ത അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ എന്ത് നമ്മൾ പ്രവർത്തിച്ചാലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയില്ലേ? അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങള് എല്ലാം കൃത്യമായി വിശ്വസിച്ച് പ്രവാചകരിലൂടെ സ്വഹാബത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടതുപോലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളുടെ പ്രവർത്തനം എന്താണ്? അവരുടെ പ്രഖ്യാപനം എന്താണെന്നറിയുമോ? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, ആയത്തിലേക്കും ഹദീസിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, അല്ലാഹുവിലേക്കും പ്രവാചകരിലേക്കും ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഖുർആനിലേക്ക് മടങ്ങണേ, ഹദീസിലേക്ക് മടങ്ങണേ. ആയത്തിന്റെ ഹദീത്തിന്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ കേൾക്കേണ്ട താമസം, പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ലിയഹ്കുമ ബൈനഹും അയ്യഖൂലൂ സമിഅനാ വഅതഅനാ, ആ സമയത്ത് അവര് പറയുകയാ, പടച്ച റബ്ബേ നീ അനുഗ്രഹമായി തന്ന കാതുകൊണ്ട് ഞങ്ങൾ കേട്ടു, ഇതനുസരിച്ചു ജീവിക്കാനും ഞങ്ങൾ ഒരുക്കമാണ് റബ്ബേ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവരാണ് വിജയിക്കുന്ന ആളുകള്. അടിവരയിട്ട് കൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇവരല്ലാത്ത ഒരാളും നാളെ ആഖിറത്തിൽ വിജയിക്കുന്നവരായിട്ടില്ല. ആയത്തിന്റെ ഹദീത്തിന്റെ വെളിച്ചത്തിൽ എന്തൊന്ന് കേട്ടാലും സമിഅനാ വഅതഅനാ, കേൾക്കാത്ത പോലെ കാണാത്ത പോലെ അവർ ജീവിക്കുകയില്ല. അള്ളയും റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു വിഷയത്തിലും അവരുടേതായ നിലപാടുകൾ അവർക്ക് വേറെയില്ല. വിശുദ്ധ ഖുർആനിന്റെ 33-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനാ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളയും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞാൽ ഒരു വിശ്വാസിനി ആരാണെന്നറിയുമോ? ആ തീരുമാനത്തിനപ്പുറത്തേക്ക് പോകാത്തവരാണ്. അതിലവർക്ക് അവരുടേതായ സ്വതന്ത്രമായ തീരുമാനങ്ങളില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, അള്ളയാണോ എന്നോട് ഇത് വേണ്ട എന്ന് പറഞ്ഞത്? റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണോ? നരകം ലഭിക്കാവുന്ന പ്രവർത്തനമാണോ? സ്വർഗം ലഭിക്കാവുന്ന കാര്യമാണോ? ഇതേ അവര് പരിഗണിക്കുന്നുള്ളൂ. അതാണെന്ന് ബോധ്യമാകുന്ന സമയത്ത് സമിഅനാ വഅതഅനാ, അവര് കേട്ടു, അനുസരിക്കാനും ഒരുക്കമാ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ഈ പറയപ്പെട്ട രൂപത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാനൊക്കുമോ? കാരണം എന്താണെന്നറിയുമോ?
ആയത്തുകൾ കേട്ടിട്ടും ഹദീത്തുകൾ കേട്ടിട്ടും അത് ജീവിതത്തിൽ പകർത്താത്ത ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് അല്ലാഹുവിൻ്റെ അടിമകളിൽ അവരാണ് ഏറ്റവും നികൃഷ്ട ജന്തുക്കളെന്ന സൂറത്തുൽ അൻഫാലിലൂടെ പടച്ച റബ്ബ് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വറസൂലാ, ഓ ഈമാനുള്ള മുസ്ലിമീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിക്കണേ. വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ. ആ പ്രവാചകരിൽ നിന്ന്, അതേ പ്രവാചകരിലൂടെ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ അതിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞുകളയല്ല. വലാ തകൂനൂ കല്ലദീന ഖാലൂ സമിഅനാ വഅൻതും ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. നിങ്ങൾ ഒരിക്കലും കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ ജീവിക്കല്ലേ. ഒക്കണേ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുന്ന ഈ ഉപദേശം ശ്രദ്ധിച്ചോ. പ്രിയപ്പെട്ടവരെ, ആയത്തുകൾ കേട്ടോ, ഹദീസുകൾ കേട്ടോ, അതിലൂടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്നു. വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന മേഖലകളെ കുറിച്ച് ആയത്തിന്റെ ഹദീത്തിന്റെ വെളിച്ചത്തിൽ കൃത്യമായി കേട്ടിട്ട് അത് ജീവിതത്തിൽ പകർത്താതെ പോവല്ലേ, കേൾക്കാത്തവരെ പോലെ ജീവിക്കല്ലേ. കാരണം ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. അല്ലാഹ് പറയാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണമെന്നറിയുമോ? ആയത്തുകളും ഹദീസുകളും കേട്ടിട്ട് അത് ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ, കേൾക്കാത്തവരെ പോലെ കാണാത്തവരെ പോലെ നടക്കുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ അതേ ഏറ്റവും നികൃഷ്ട ജന്തുക്കളാണ് എന്ന് ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുമ്പോ അവരല്ലല്ലോ നമ്മളെന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത മരണത്തിനു മുമ്പ് നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലേ, മരണത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മരണം നമ്മിലേക്ക് കടന്നു വരുന്ന അവസരങ്ങളിലായിരിക്കും സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുക. റൂഹ് പിടിക്കാനും മലക്കുൽ മൗത്തും അനുയായികളും വരുന്ന സമയമെടുത്താൽ അല്ലാഹ് പറഞ്ഞില്ലേ, വേർപാടിന്റെ സമയം അവർ അറിയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അന്നേരം നമ്മൾ വിലപിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പറയുന്നത്. റബ്ബി ലൗലാ അഖറതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. നിലവിളിക്കുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, പക്ഷെ ആരും അറിയുന്നില്ല, അവന്റെ വിലാപങ്ങൾ ആരും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് ഒരിക്കലും തന്നെ ഇവന് തിരിച്ചു കിട്ടാത്ത, ഒരു വിലയും കൽപ്പിക്കപ്പെടാതെ പോകുന്ന വിലാപങ്ങളായി അവസാനിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി കേൾക്കുക, പഠിക്കുക, കേൾക്കുന്നതും പഠിക്കുന്നതും ജീവിതത്തിൽ പകർത്തുക. ഇതാണ് റബ്ബ് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്. ഈ സദസ്സിന് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തുകളിലൂടെ ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതായത് വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായത്തിന്റെ 2 മുതൽ 9 വരെയുള്ള ആയത്തുകളിലായി
അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് 63 മുതൽ 76 വരെയുള്ള വചനങ്ങളിലായി പടച്ച റബ്ബ് അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ഗുണങ്ങൾ പറയുമ്പോ ആ ഗുണങ്ങളിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കടന്നു പോകാം. അതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായത്തിന്റെ 68-ാമത്തെ ആയത്തിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ആ ഒന്നാമത്തെ ഗുണം ഇതാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ഒന്നാമത്തെ ഗുണമായി മനസ്സിലാക്കേണ്ടത് അവരല്ലാഹുവിന് പുറമേ ഒരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്. സൂറത്തുൽ ഫുർഖാനില് ഇബാദുർ റഹ്മാന്റെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറഞ്ഞ ഒരു കാര്യമാണ് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടായിത്തീരേണ്ട ഒരു ഇബാദത്തല്ലേ. അതുകൊണ്ടാണ് സൂറത്തുൽ ഫുർഖാൻ അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞില്ലേ, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരുന്നില്ല എങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. റബ്ബിനോട് ചോദിക്കാത്തവന്റെ മേൽ റബ്ബിന്റെ കോപമിറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. അത് റബ്ബിനോട് മാത്രമായിരിക്കണമെന്നതാണ് അല്ലാഹുവിൻ്റെ ആ റഹ്മത്ത് ലഭിക്കുന്ന അടിമകളുടെ ഒന്നാമത്തെ ഗുണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബാദത്തിന്റെ മജ്ജയാണ് ഇബാദത്ത്, അത് പ്രാർത്ഥന തന്നെയാണ് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഏതൊരു കർമ്മവും റബ്ബ് ഒരടിമയിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണ് എന്ന് കൃത്യമായി നമ്മൾ ആയത്തിലൂടെ മനസ്സിലാക്കുന്നതല്ലേ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിന്റെ കൽപ്പന പ്രകാരമല്ലേ കഅബ ശരീഫിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നത്. മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമയും കൂടെയുണ്ടല്ലോ. റബ്ബ് പറഞ്ഞിട്ടാണ് തയ്യാറാകുന്നത്. എന്നിരുന്നാലും അതാ ആ കഅബയുടെ ഓരോ തൂണുകൾ ഉയർന്ന് പൊക്കുന്ന സമയത്തു തന്നെ അവരല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ച റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ എന്നിങ്ങനെ അവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനകൾ ഉണ്ടാവേണ്ടതുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുമ്പോ, പ്രയാസത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥകൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, റബ്ബാണ് എല്ലാം നൽകുന്നവന്. കാണുന്നവൻ റബ്ബാണ്, കേൾക്കുന്നവന് റബ്ബാണ്, അറിയുന്നവന് റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിനെ നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം അതാ പ്രിയപ്പെട്ടവരെ 10ലേറെ വർഷങ്ങൾ ആ രോഗത്തിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴും അയ്യൂബ ഇദ്നാദാ റബ്ബഹു
അന്നീ മസ്സനിയൽ ദുർറ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബിനോട് തന്റെ പ്രയാസം പറഞ്ഞുകൊണ്ട് റഹ്മത്ത് ചൊരിയാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത്തരത്തിലുള്ള ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോ ഒരിക്കൽ പോലും പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ പ്രവാചകന്മാരോടോ അതല്ലാത്ത മറ്റുള്ള മനുഷ്യരോടോ മറ്റുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് മുന്നിലോ ജീവിതത്തിലെ പ്രാർത്ഥനകളോ നേർച്ച വഴിപാടുകളോ ഒന്നും അർപ്പിക്കുക എന്നത് ആ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന, ആ റബ്ബിന്റെ ഇഷ്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആ റബ്ബൊരുക്കി വെച്ച സ്വർഗത്തിലേക്ക് പോകണമെന്ന് കൊതിക്കുന്ന, ആ റബ്ബൊരുക്കി വെച്ച നരകത്തിന്റെ ഭീകരമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ റബ്ബല്ലാത്ത ഒരുവനിലേക്ക് പ്രാർത്ഥനകൾ ഉയരാൻ പാടില്ല. ഇത് ഒന്നാമത്തെ പ്രത്യേകതയായി പഠിച്ചോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ നമുക്ക് ജീവിതത്തിൽ റോൾ മോഡലായി അല്ലാഹു നമുക്ക് കാണിച്ചു തന്നത്. ആ റസൂലുള്ളാഹിനെ കൊണ്ട് റബ്ബ് പറയിപ്പിക്കുന്നില്ലേ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ നബിയേ ജനങ്ങളോട് പറയണേ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അതേ സൂറത്തിലൂടെ പടച്ച റബ്ബ് പഠിപ്പിച്ചില്ലേ, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളികളിൽ ഒരിക്കലും അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പോവല്ല എന്ന് വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടുകളിൽ പല പള്ളികളിൽ നിന്നും അല്ലാഹുവിന് പുറമേ പലരെയും വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. അതുപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലും മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, അശ്ശിർക്കു ബില്ലാഹ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ പാപമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പാതകമായി പഠിപ്പിച്ച അശ്ശിർക്കു ബില്ലാഹ്, അത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊണ്ടുവന്ന്, എന്നാൽ തങ്ങളൊക്കെ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്, ഇതൊക്കെ റബ്ബിലേക്ക് ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന എത്ര ആളുകളാണെന്നറിയുമോ? അറിയാതെ പോവുകയാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഇതിന്റെ അപകടങ്ങള്. ഇത് റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ, ഇത് റബ്ബ് വെറുക്കുന്ന കാര്യമല്ലേ, ഒരിക്കലും പുറത്തു തരികയില്ല എന്ന് വരെ പടച്ച റബ്ബ് പറഞ്ഞതല്ലേ. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത്, പലരും ഇതൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, അവരെ പിടിച്ച് സത്യം ചെയ്യുക, അവരിൽ തവക്കുൽ ചെയ്യുക എന്നതൊക്കെ റബ്ബിനേറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കി ആ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി തീരാൻ വേണ്ടി പലരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യത്തെ നാം കൃത്യമായി പരിഗണിക്കേണ്ടത്. അല്ലാഹ് അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ക്വാളിഫിക്കേഷൻ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ.
അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ചു മരിച്ചു പോവാനാണോ കൊതിക്കുന്നത്? വിശ്വാസം നന്നാക്കിക്കോ. റബ്ബിലേക്ക് അടുക്കാൻ ഇടയാളന്മാരുടെ ആവശ്യമില്ല. റബ്ബ് നമ്മളോട് വളരെ അടുത്തവനാണ്. വനഹ്നു, അതേ റബ്ബ് പറഞ്ഞില്ലേ, മിൻ ഹബിലിൽ വരീദ്, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ ഞാൻ നിങ്ങളോട് അടുത്തവനാണ്. അതുകൊണ്ട് തന്നെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. വിശ്വാസം നന്നാക്കാനാ അള്ളാഹു ആദ്യം പറഞ്ഞത്. പ്രവാചകരും സ്വഹാബത്തും പഠിപ്പിച്ച ആദർശത്തിലേക്ക് മടങ്ങണം. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ പ്രത്യേകത അതാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിയും സ്വഹാബത്തും അള്ളാഹ് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ തന്നെയാണല്ലോ. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്വർഗ്ഗത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഈ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുമ്പോ ഒരെണ്ണം മാത്രമേ സ്വർഗ്ഗത്തിലേക്കുള്ളൂ. അത് റസൂലുള്ളാഹിയും സ്വഹാബത്തും ജീവിച്ച ആ മാർഗത്തിലൂടെ ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചത്. അല്ലാഹുവിൻ്റെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ ജീവിതത്തിൽ അല്ലാഹയല്ലാത്ത ഒരാളെ വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടായിരുന്നല്ലോ അവര് ശത്രുക്കളാലും മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നത്. എന്തിനാണ് ബദർ യുദ്ധം നടന്നത്? എന്തിനാ ഉഹുദ് രണഭൂമി ഒരുക്കപ്പെട്ടത്? നടന്ന യുദ്ധങ്ങൾക്ക് പിന്നിലെല്ലാം പ്രിയപ്പെട്ടവരെ വിഷയം ഒന്ന് മാത്രമാണ്. റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നതാണ് സ്വഹാബത്തിന്റെ മാർഗം. അബൂജഹലിനെ പോലെയുള്ള മുശ്രിക്കീങ്ങളായ ആളുകൾ റബ്ബല്ലാത്തവർക്ക് മുന്നിലും പ്രാർത്ഥനകൾ നിർവഹിച്ചവരായിരുന്നു. ഈ മാത്രമെന്ന വിഷയത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുദീർഘമായി അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ വിഷയം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ ഒരു പ്രത്യേകതയായി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. അങ്ങനെ വിശ്വാസം നന്നായി കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ കൽപ്പിച്ച കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദ്യം ചെയ്യുന്നത് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമസ്കാരമെന്ന ഇബാദത്തിനെ കുറിച്ചല്ലേ. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ പ്രത്യേകതയായി പറയുമ്പോ നമസ്കാരത്തെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. എങ്ങനെ? നമസ്കരിക്കുന്നവർ എന്നല്ല അല്ലാഹ് പറഞ്ഞത്, മറിച്ച് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവിടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരായിരിക്കും. നമസ്കരിക്കുന്നവരാണ് എന്നല്ല റബ്ബ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അവർ നമസ്കരിക്കുന്നവരാണ് എന്ന് പറയാതെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്നൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞു. പിന്നെ പറയാ വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, അവരുടെ നമസ്കാരങ്ങളിൽ അതേ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളുടെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കാരുണ്യവാനായ റബ്ബിന്റെ അടിമകളുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അവരുടെ നമസ്കാരത്തെ കുറിച്ച് റബ്ബ് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നമുക്ക് കൃത്യമായി അതിൻ്റെ നിർവ്വഹണത്തിന്റെ രൂപം അത് കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെന്ന് പറഞ്ഞതാണ് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ അപ്രകാരം നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിക്കണേ. ആ നമസ്കാരം നിർവഹിക്കുന്നവരാണ്. അല്ലാത്ത ആളുകളെ കുറിച്ചാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, അല്ലാഹു പറഞ്ഞു അവര് നരകത്തിലാണ്. നമസ്കരിക്കുന്ന ആളുകൾ തന്നെ നരകത്തിലെ ശക്തമായ ചൂടുള്ള ഒരു താഴ്വര, അതാണ് വൈലുൻ വാദിൻ ഫീ ജഹന്നം. സ്വദീദ് ധാരാളമായി ഒഴുകുന്ന സ്ഥലമാണ്. എന്താ സ്വദീദ്? നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന പാനീയമാണ്. നരകവാസികളുടെ വിയർപ്പും ചലവും രക്തവും മിക്സ് ചെയ്ത പാനീയമാ. അത് തൊണ്ടയിൽ നിന്ന് കീഴ്പോട്ടിറക്കാൻ കഴിയാതെ നാനാഭാഗത്തുനിന്നും മരണം കണ്ടുമുട്ടുന്ന ഒരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. അത്ര പ്രയാസകരമായ സ്വദീദെന്ന് പറയുന്ന ആ പാനീയം ധാരാളമായി ഒഴുകുന്ന നരകത്തിലെ പ്രത്യേകമായ ഒരു സ്ഥലമാണ് വൈലുൻ എന്ന് പറയുന്നത്. നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാതെ, നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രൂപത്തിലല്ലാതെ ഒരു ചടങ്ങായി നിർവഹിക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടായാൽ പ്രിയപ്പെട്ടവരെ ഈ പറയപ്പെടുന്ന സങ്കേതത്തിലേക്കാ നമുക്ക് പോകാനുള്ളത്. അതുകൊണ്ടാണ് റബ്ബ് ഇഷ്ടപ്പെടുന്ന അടിമകളെ കുറിച്ച് പറഞ്ഞപ്പോ നമസ്കരിക്കുന്നവർ എന്നല്ല, നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാ, നമസ്കാരം വളരെ കൃത്യമായി സൂക്ഷ്മത പുലർത്തി നിർവഹിക്കുന്നവരാ. എങ്ങനെ ഖുശൂ ഉണ്ടാവുക എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഹൃദയം പൂർണ്ണമായ കീഴ്വണക്കത്തോടെയും താഴ്മയോടെയും റബ്ബിന്റെ മുമ്പാകെ നിലയുറപ്പിക്കലാണ് ഖുശൂ എന്ന് പറയുന്നത്. ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാ നമസ്കാരത്തിലേക്ക് നിൽക്കാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഉളുവെടുത്തു വന്നാൽ ഒരൽപ്പസമയം ആ അവയവങ്ങളെല്ലാം ഒന്ന് ശാന്തമാകുന്നത് വരെ ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കും. പിന്നീട് നമസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ നേരം എന്റെ മനസ്സിലേക്ക് ഞാൻ ചിലത് കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ്? എന്റെ മുന്നിൽ കഅബയാണ്, കഅബയാണ് എന്റെ മുന്നിലുള്ളത്. എന്റെ വലതുഭാഗത്ത് സ്വർഗമാണ്, എന്റെ ഇടതുഭാഗത്ത് നരകമാണ്. ഞാൻ നിൽക്കുന്നത് സിറാത്ത് പാലത്തിന്റെ മുകളിലാ. എന്റെ പിറകില് മലക്കുൽ മൗത്തുണ്ട്. എന്തിനാ? ഈ നമസ്കാരം കഴിഞ്ഞിട്ട് വേണം എന്നെ പിടിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ലേ, സ്വലാത്ത മുബദ്ദഅ, ഓരോ വഖത്ത് നിങ്ങൾ നമസ്കരിക്കുമ്പോഴും വിട പറയുന്ന നമസ്കാരമായിരിക്കണം നിർവഹിക്കേണ്ടത്. എങ്ങനെ? വിട പറയുന്ന നമസ്കാരം, അഥവാ ഈ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടവനാണ്, അടുത്ത വഖത്ത് നിർവഹിക്കാൻ ഞാനില്ല. ആ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ ഓരോ വഖത്ത് നിർവഹിക്കാനും നിൽക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാ. അങ്ങനെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ് നോക്കൂ നിങ്ങൾ. മാത്രമല്ല, ഇനി നമസ്കാരത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവര് സൂക്ഷ്മത പുലർത്തുന്നവരാണ്. അതേ, നമസ്കാരത്തിന്റെ സമയം, ആ സമയത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. അതുപോലെ തന്നെ അതിലെ ഓരോ റുക്നുകളും പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടുകൂടി അച്ചടക്കത്തോടുകൂടി നിർവഹിക്കുന്നവരാ.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരാൾ 60 വയസ്സുവരെ നമസ്കരിച്ചു, ഒരു വഖ്തും ഒഴിവാക്കിയിട്ടില്ല, പക്ഷേ സുജൂദ് നന്നായാൽ റുകൂഅ് നന്നായിട്ടില്ല, റുകൂഅ് നന്നായാൽ സുജൂദ് നന്നായിട്ടില്ല. അങ്ങനെയായിരുന്നു അവന്റെ ഓരോ വഖ്തും. അല്ലാഹുവിന്റെ റസൂൽ പറയാം, ഒരു വഖ്ത് പോലും അല്ലാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. നമസ്കാരത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ, അത് ബാക്കിയുള്ള കർമ്മങ്ങളെയും ബാധിക്കുന്നതാ. നമസ്കാരത്തിന്റെ വിഷയത്തിൽ വിചാരണ നേരിടുമ്പോൾ ഒരാൾ പരാജിതനായാൽ അതവന്റെ ബാക്കി അമലുകളെയും ബാധിക്കും. അപ്പൊ നമസ്കാരത്തിന്റെ വിഷയം അല്ലാഹ് പറഞ്ഞത് ഖാശിഊൻ യുഹാഫിളൂൻ, അതുപോലെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞു ദായിമൂൻ, സ്ഥിരമായി നിർവഹിക്കുന്നവരാ. ഇവരാണ് റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ. നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാന്ത്രികമായി ഇങ്ങനെ ഓരോന്ന് നിർവഹിക്കുന്നവരല്ല, വളരെ അച്ചടക്കത്തോടെ. ഇല്ലാതെ പോയാൽ എന്താ സംഭവിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ ലം യുഹാഫിള് അലൈഹാ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്താതെ ഒരാള് നമസ്കാരം നിർവഹിച്ചാൽ ലം യകുൻ ലഹു നൂറും വലാ ബുർഹാനും വലാ നജാത്ത്, അവന് ഒരു പ്രകാശമോ ഒരു തെളിവോ ഒരു രക്ഷയോ ഉണ്ടാവുകയില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആഖിറത്തിൽ അവന്റെ അവസ്ഥ എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ അവിടുന്ന് പറഞ്ഞു, വഹുശിറ യൗമൽ ഖിയാമത്തി മഅ ഫിർഔൻ വഹാമാൻ വഖാറൂൻ. നാളെ ആഖിറത്തിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഫിർഔനിന്റെ കൂടെയാണ്, ഹാമാന്റെ കൂടെയാണ്, ഖാറൂനിന്റെ കൂടെയാ. നമസ്കാരം നിർവഹിച്ചവരാണ്, പക്ഷേ ഖുശൂ ഇല്ലാത്ത അവസ്ഥയിലാണ്, സൂക്ഷ്മത പുലർത്താതെ നമസ്കാരം നിർവഹിച്ചവരാണ്. അതുകൊണ്ട് ആഖിറത്തിൽ നാളെ പ്രിയപ്പെട്ടവരെ അവർ എത്തിച്ചേരുന്നത് അതാ ഫിർഔനിന്റെയും ഖാറൂനിന്റെയും ഹാമാന്റെയും ഒക്കെ കൂടെയാ. കണ്ടോ? അതുകൊണ്ടാണ് ഇവരുടെ കൂടെ ചേരാനല്ലല്ലോ, മറിച്ച് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിലായി, അഥവാ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ പറയുന്നില്ലേ? അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ പാതയിലായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ, മാറ്റണേ, പ്രവേശിപ്പിക്കണേ. ആ അനുഗ്രഹിച്ചവരാരാ പ്രിയപ്പെട്ടവരെ? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അംബിയാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. ഇവരുടെ കൂട്ടത്തിലായി ആഖിറത്തിലേക്ക് എത്തിച്ചേരണമെന്ന് കൊതിക്കുന്നവരാ നമ്മളെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ റബ്ബിനെ നിഷേധിച്ചുകൊണ്ട് ധിക്കാരികളായി ജീവിച്ച് ഈ ലോകത്തോട് തോന്നിവാസികളായി വേർപിരിഞ്ഞു പോയ ഫിർഔനിന്റെ, ഖാറൂനിന്റെ, ഹാമാന്റെ, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂട്ടത്തിലായിക്കൊണ്ട് ആഖിറത്തിൽ വരുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും സൂക്ഷ്മത പുലർത്തണമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല, റബ്ബ് ഇഷ്ടപ്പെടുന്ന അടിമകള് കേവലം ഫർളായ 5 വഖത്ത് മാത്രം നിർവഹിക്കുന്നവരല്ല, ഐച്ഛികമായ നമസ്കാരങ്ങളിലും കണിശത പുലർത്തുന്നവരാണ്. അതാണ് സൂറത്തു ഫുർഖാനിന്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രി നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. രാത്രി നമസ്കാരം എന്ന് പറഞ്ഞ മഗ്രിബും ഇശാഉമല്ലല്ലോ, അത് കഴിഞ്ഞ് സുബഹിന്റെ മുമ്പ് വരെയുള്ള സമയം വരെ നിർവഹിക്കേണ്ട ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, വിത്ർ, ഇനി റമളാനിലാകുമ്പോ തറാവീഹ് എന്നൊക്കെ നമ്മൾ പറയുന്ന രാത്രി നമസ്കാരം, സഹോദരങ്ങളെ, കേവലം റമളാനിൽ മാത്രം പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ.
പോരല്ലോ. രാത്രി നമസ്കാരം എന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാ, ഓരോരുത്തരിങ്ങനെ റസൂലുള്ളാന്റെ അരികിൽ വന്ന് അവർ കണ്ട സ്വപ്നങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാ, അവര് കണ്ട സ്വപ്നങ്ങൾ പറയാ. എന്നിട്ട് അതിന്റെ വ്യാഖ്യാനം അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എനിക്കും ഒരു പൂതി, ഒരു സ്വപ്നം ഞാനും കണ്ടിരുന്നുവെങ്കിൽ റസൂലുള്ളാനോട് പറഞ്ഞ് എനിക്കും അതിന്റെ വ്യാഖ്യാനം ഒന്നറിയാമായിരുന്നു. അന്നത്തെ രാത്രി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആൾമറയില്ലാത്ത ഒരു കിണറാണ് കാണുന്നത്. ആ കിണറിനകത്ത് ആളിപ്പടരുന്ന തീനാളങ്ങളാ. അതിൽ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. ഇത് കണ്ടപ്പോ പേടി വന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വപ്നത്തെക്കുറിച്ച് റസൂലുള്ളാഹിനോട് പറയാൻ പോയില്ല. സഹോദരി ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറയുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് കാര്യം പറഞ്ഞപ്പോ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇബ്നു ഉമർ എത്ര നല്ല മോനാ, രാത്രി നമസ്കാരം കൂടി വന്ന് പതിവാക്കിയാൽ നന്നായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നത്തെ ആ റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ട് പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലാകുന്ന സമയത്ത് പോലും ഒഴിവാക്കാത്ത ഐച്ഛികമായ നമസ്കാരമല്ലേ രാത്രി നമസ്കാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന വിധത്തിൽ, ഒറ്റയായി അവസാനിപ്പിക്കാവുന്ന വിധത്തിൽ ആ രാത്രി നമസ്കാരമെന്ന് പതിവാക്കണേ. അതിലൂടെ ഐച്ഛികമായ നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങളില്ലേ, ളുഹാ നമസ്കാരമില്ലേ, പള്ളിയിലേക്ക് കയറുന്ന സമയത്തുള്ള തഹിയ്യത്ത് നമസ്കാരമില്ലേ, അതേ രൂപത്തിൽ തന്നെ എപ്പോ വുളുവെടുത്താലും ആ വുളുവിന്റെ 2 റക്അത്ത് നമസ്കാരമില്ലേ. അതല്ലേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, ഓ ബിലാൽ, സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് മുന്നിൽ തുറക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ച് കയറിയപ്പോ, ബിലാലേ, നിന്റെ കാൽപാദം ഞാൻ ആ സ്വർഗത്തിൽ കേട്ടല്ലോ. എന്താണ് ബിലാലേ ഞങ്ങളെക്കാൾ അധികമായി നീ ചെയ്യുന്ന കർമ്മമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ, ബിലാലേ, എന്താ നിന്റെ ജീവിതത്തിലെ പ്രത്യേകമായ പ്രവർത്തനമെന്ന് പറഞ്ഞപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂലേ, അധികമായി ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എപ്പോ വുളുവെടുത്താലും 2 റക്അത്ത് ഞാൻ നമസ്കരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി പറയാണ്, ബിലാലേ, അതാണ് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന കർമ്മമെന്ന് പറയുമ്പോ ഇങ്ങനെ ഐച്ഛികമായ നിലക്കും പഠിപ്പിക്കപ്പെട്ട നമസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകള്. അത് ഈ പറയപ്പെട്ട സൂറകളിലായി തന്നെ അല്ലാഹു നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനിയോ, നമസ്കാരം കഴിയുമ്പോ വിശുദ്ധ ഖുർആനില്ലതാ 30ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞ സക്കാത്ത് എന്ന ഇബാദത്ത് 27 സ്ഥലങ്ങളിൽ നമസ്കാരത്തിന്റെ കൂടെ ചേർത്തി പറഞ്ഞതാണ്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളായ കാരുണ്യവാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ മറ്റൊരു ക്വാളിഫിക്കേഷനായി പറഞ്ഞു, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവര് സക്കാത്ത് നൽകുന്നവരാണ്, സക്കാത്ത് കൃത്യമായി നൽകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമുക്കുമേൽ സമ്പത്ത് പരീക്ഷണമായി നൽകുമ്പോ ഈ സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മെ കാത്തിരിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ആ 2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ, മറുപടി പറയാതെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ സാധ്യമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ? എന്താണ് ഒന്നാമത്തെ ചോദ്യം? മിൻ ഐന ഇക്തസബ, ഈ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്? ആളുകൾക്കെന്ന പണമുണ്ടാക്കിയാൽ മാത്രം മതി, എവിടെന്നാണ് എന്ന് നോക്കുന്നില്ല, പണത്തിന്റെ സ്രോതസ് പരിശോധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഹറാമായ സമ്പാദ്യമാണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അതുകൊണ്ട് വാങ്ങുന്ന വസ്ത്രം ഹറാമാണ്, അതുകൊണ്ട് കുടിക്കുന്ന പാനീയം ഹറാമാണ്. ഹറാമിൽ വളർന്ന ശരീരത്തിന് നരകമല്ലാതെ പ്രതിഫലമില്ല. രണ്ടാമത്തെ ചോദ്യം, വഫീമ അൻഫഖ, ഏത് മാർഗത്തിലാണ് നീ സമ്പത്ത് ചെലവഴിച്ചത്? സമ്പത്ത് ചെലവഴിക്കേണ്ട നിർബന്ധമായ മാർഗമാണ് സക്കാത്ത് എന്ന് പറയുന്നത്, അല്ലേ? പ്രിയപ്പെട്ടവരെ, ആ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ച നിലപാടെന്താ? നമ്മൾ സ്വീകരിച്ച നിലപാടെന്താ? സക്കാത്തിന്റെ വിഷയത്തിലൊക്കെ പല ആളുകൾ നമസ്കാരത്തിന് നൽകുന്ന ആ ഒരു ഗൗരവം നൽകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 27 സ്ഥലങ്ങളിൽ സക്കാത്തിനെ കുറിച്ച് 30 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ പരാമർശം. അതിൽ 27 സ്ഥലങ്ങളിലും നമസ്കാരത്തിന്റെ കൂടെയാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇസ്ലാം കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോ അതിലൊന്ന് പഠിപ്പിച്ചതാണ് സക്കാത്ത്, അല്ലേ? മാത്രമല്ല, അതാ നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, പ്രവാചകന്റെ അരികിൽ ഒരു അഅറാബി വന്ന് ചോദിക്കുന്നുണ്ട്, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഒരു അമലിനെ കുറിച്ച് പറഞ്ഞു തന്നാലും അത് പ്രവർത്തിച്ചാൽ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ പോകുമെന്നുറപ്പുള്ള ഒരു കർമ്മമായിരിക്കണം. റസൂലുള്ളാഹി പറയാണ്, തഅബുദുല്ലാഹ ലാ തുശ്രിക് ബിഹി ശൈആ, അല്ലാഹുവിനെ ആരാധിക്കുക, ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ. വതുഖീമുസ് സ്വലാത്തൽ മക്തൂബ, അതേ നിർബന്ധമായ നമസ്കാരം നീ നിലനിർത്തുക. വതുഅദ്ദിസ് സകാത്തൽ മഫ്റൂള, നിർബന്ധമായ സകാത്ത് നീ കൃത്യമായി കൊടുത്തു വീട്ടുക. വതസൂമു റമളാൻ, റമളാനിൽ നീ നോമ്പെടുക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി പറയാ, വല്ലദീ നഫ്സി ബിയദിഹി ലാ അസീദു അലാ ഹാദാ. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി പിരിഞ്ഞു പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹാദാ. എന്താണ് അയാൾ പറഞ്ഞു? അല്ലാഹുവാണ് സത്യം, അതേ ഇതിനേക്കാൾ ഞാൻ യാതൊന്നിനെയും വർദ്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ കർമ്മങ്ങൾ കൃത്യമായി ഞാൻ നിർവഹിച്ചു കൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ റസൂല് പറയാ, സ്വർഗവാസികളിൽപ്പെട്ട ഒരാളിലേക്ക് നോക്കുന്നത് ആർക്കെങ്കിലും സന്തോഷകരമാണെങ്കിൽ അതാ അയാളിലേക്ക് നോക്കിക്കോ എന്നാണ്. അഥവാ ആ കർമ്മങ്ങളൊക്കെ അയാൾ പാലിച്ച് ജീവിക്കാൻ റെഡിയാണ് എന്ന് പറയാ, ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ്. ആ കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ സ്വർഗം അയാൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ. പ്രിയപ്പെട്ടവരെ, സക്കാത്ത് കൃത്യമായി നൽകണം, സക്കാത്ത് കൃത്യമായി നൽകണം. ഇനി സക്കാത്ത് മാത്രമല്ല, ഐച്ഛികമായ നിലക്കും സ്വതക്കകളായി കൊണ്ട് നമ്മുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഒഴുകേണ്ടതുണ്ട്, അല്ലേ? എത്ര സ്ഥലങ്ങളിലാ വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് ഞാൻ നൽകിയത് നിങ്ങൾ ചെലവഴിക്കണേ.
അള്ളാഹുവാണ് സമ്പത്ത് നൽകിയത്. അത് റബ്ബിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് ചെലവഴിക്കണം. ഇനി ചെലവഴിക്കുന്ന സമയത്തും അതാ പടച്ച റബ്ബ് തന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അവർ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സമ്പത്ത് ചെലവഴിക്കും, പക്ഷേ അവരെന്ത് ചെയ്യൂല? ഇസ്റാഫ് കാണിക്കൂല, അമിതമായി ചെലവഴിക്കുന്നില്ല, അതോടൊപ്പം തന്നെ പിശുക്കി പിടിക്കുകയും ചെയ്യുന്നില്ല. കാരുണ്യവാനായ റബ്ബിന്റെ ഗുണങ്ങൾ പറയാ. സമ്പത്ത് ചെലവഴിക്കും അവര്, പക്ഷേ അതിൽ ഇസ്റാഫില്ല, എന്നാൽ അത് പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നില്ല. വകാന ബൈന ദാലിക ഖവാമാ. അതിനിടയിൽ അവർ ചെലവഴിക്കും, മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇവിടെ മിതമായി ചെലവഴിക്കേണ്ടത്, മിതമായി ചെലവഴിക്കുന്നാണല്ലോ പറഞ്ഞത്. അത് കേവലം ഈ സ്വതക്ക നൽകുന്ന കാര്യത്തിൽ മാത്രമല്ല, സ്വന്തം ആവശ്യങ്ങളിലാണെങ്കിലും വീട്ടു ആവശ്യങ്ങളിലാണെങ്കിലും എന്നു വേണ്ട എല്ലാ കാര്യങ്ങളിലും ഈ മിതത്വം സ്വീകരിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമ എന്ന് പറയുന്നത്. ഇന്നൊക്കെ നമുക്കറിയാം, ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടെ സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ, ഹറാമായ പ്രവർത്തനങ്ങൾ ഒരുപാട് കാണാം അല്ലേ? സംഗീതത്തിന്റെയും മറ്റുള്ള ഡാൻസുകളൊക്കെ വെച്ച് ആ വിവാഹത്തിന്റെ വേദി പോലും അങ്ങേയറ്റം മലീമസമാക്കുന്ന, വിവാഹമെന്ന മഹത്തായ ഇബാദത്തിനെ പോലും പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം മോശമായി കാണിക്കുന്ന വിധത്തിലേക്ക് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നമ്മുടെ സമുദായത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സമ്പത്ത് ചെലവഴിക്കേണ്ടിടത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകള് മിതമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. റബ്ബ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് മാത്രം സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രണ്ട് ഭാഗങ്ങളിലായി നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിച്ച നിലപാടെന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ സകാത്ത് സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒക്കെ നമ്മൾ സ്വീകരിച്ച നമ്മുടെ നിലപാടെന്താണ്? ഇതിലൊക്കെ നമ്മൾ ഓക്കെ ആണോ? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്, നമുക്ക് ഫുൾ മാർക്ക് നൽകാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണോ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി അള്ളാഹ് ഈ പറയപ്പെട്ട സൂക്തങ്ങളിലായി പറയുന്ന മറ്റൊരു വിഷയമാണ്, സ്വന്തം കാര്യങ്ങളിൽ മാത്രമല്ല അവർ ശ്രദ്ധിക്കുക. സ്വന്തം കാര്യങ്ങളിൽ മാത്രമല്ല, മറിച്ച് കുടുംബത്തിന്റെ നന്മകളിലും വളരെ താല്പര്യമുള്ളവരാ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അടിമകള്. അതേ, തന്റെ ഇണയും മക്കളും സൽക്കർമ്മികളാവണമെന്നും സജ്ജനങ്ങൾക്ക് അതേ സജ്ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരിക്കണമെന്നും അതിയായി കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാ. സാധാരണ കേൾക്കാറുള്ള പ്രാർത്ഥനയല്ലേ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനയായി സൂറത്തുൽ ഫുർഖാനിന്റെ 74 അല്ലാഹു പറഞ്ഞതല്ലേ, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. ദിനേന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹ് പറയാ, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് ഖുർറത്തു അഅ്യുന നൽകണേ ഞങ്ങൾക്ക് അല്ലാഹ്. മാത്രമല്ല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ,
ചില ആളുകൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് വജഅൽനാ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതല്ല, വജഅൽനാ ജീമിന് സുക്കൂനാണ്, ഫതഹല്ല. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, മുത്തഖീങ്ങളായ ആളുകൾക്ക് പടച്ച റബ്ബേ ഞങ്ങളെ മാതൃകയാക്കണേ. മുത്തഖീങ്ങളാക്കി ഞങ്ങളെ ജീവിപ്പിച്ചാ പോരാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങൾ മാതൃകയായിരിക്കണം. ഞങ്ങൾ മാതൃക, ഞാനും എൻ്റെ ഇണയും എൻ്റെ മക്കളും. നോക്കൂ നിങ്ങൾ, ഇത് ഇബാദുർ റഹ്മാനിന്റെ ഗുണമായി അല്ലാഹ് പഠിപ്പിക്കുക. കുടുംബ മേഖലകളിൽ സഹോദരങ്ങളെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓക്കെയാണോ? നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ചെലവിൽ കഴിയുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? അല്ലാഹ് പറഞ്ഞതല്ലേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്വന്തം കാര്യം മാത്രമല്ല, കുടുംബത്തിന്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്റെ വീട്ടിലേക്ക് റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് എന്റെ അരികിലേക്കാണെങ്കിലും, എന്റെ ഇണയുടെ അരികിലേക്കാണെങ്കിലും, എന്റെ മക്കളുടെ അരികിലേക്കാണെങ്കിലും, സൂര്യപ്രകാശത്തെ വെല്ലുന്ന മുഖശോഭയോടെ സ്വർഗത്തിലെ കഫം പുടവയുമായി വഹനൂത്തും മിൻ ഹുനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളുമായി. അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബ് ഇഷ്ടപ്പെട്ട അടിമയുടെ അരികിലേക്ക് റൂഹ് പഠിക്കാൻ മലക്കുൽ മൗത്ത് വരുന്ന രൂപം പഠിപ്പിച്ചത്? അതേപോലെയായിരിക്കും എൻ്റെ അരികിലേക്കും എൻ്റെ മക്കളുടെ അരികിലേക്കും എൻ്റെ ഇണയുടെ അരികിലേക്കും മലക്കുൽ മൗത്ത് വരിക എന്ന് ഉറപ്പിക്കാവുന്ന വിധത്തിൽ പരസ്പരം നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് അങ്ങനെ നന്മയിലൂടെ വളരുന്ന ഒരു കുടുംബമായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇത് പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ പ്രത്യേകതയാണ്, അല്ലേ? ഇണയിൽ കണ്ട തെറ്റ് ചൂണ്ടിക്കാണിക്കണം, മക്കളിൽ കാണുന്ന തെറ്റുകൾ അപ്പോൾ തിരുത്തണം. ചെറുതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി അത് അവഗണിക്കാൻ പാടില്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നു അബീ സലമ ലേ ഭക്ഷണത്തളികയിലേക്ക് ഓടി വന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മോനെ സമ്മില്ല. ആ മോനെ അങ്ങനെ പാടില്ല എന്നറിയാത്ത ഒരു കാലം, വളരെ ചെറിയൊരു പ്രായം, റസൂൽ തിരുത്തി കൊടുക്കുക, സമ്മില്ല മോനെ, ബിസ്മി പറയണം, വലത് കൈ കൊണ്ട് കഴിക്കണം, നിന്റെ ഭാഗത്തുനിന്ന് കഴിക്കണം. പ്രിയപ്പെട്ടവരെ, പേരമക്കള് സക്കാത്തിന്റെ മുതലിൽപ്പെട്ട ഒരു ഈത്തപ്പഴം വായിലേക്ക് വെച്ചപ്പോ അള്ളാന്റെ റസൂല് വായിൽ നിന്ന് എടുത്തില്ലേ, മക്കളെ നമുക്ക് സക്കാത്തിന്റെ മുതൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു സ്വഹാബിയത നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ഓടുകയാണ്. ചോദിക്കുകയാണ്, എന്തിനാണ് ഓടുന്നത്? ദിക്റുകൾ നിർവഹിക്കാതെ എവിടേക്കാ പോകുന്നത്? ആ സ്വഹാബി പറയാ, ഇന്നലെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ മക്കളുണ്ട് വീടിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈത്തപ്പഴം കഴിക്കുന്നു. എവിടെന്നാണ് മക്കളെ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ മക്കള് പറഞ്ഞു, ഉപ്പാ മുറ്റത്തുനിന്ന് കിട്ടിയതാ. എന്റെ വീട്ടിൽ ഈത്തപ്പന മരമില്ല. ഞാൻ നോക്കുമ്പോ അയൽവാസിയുടെ ഈത്തപ്പന മരത്തിൽ നിന്ന് വീണ ആ ഈത്തപ്പഴങ്ങളാണ് എന്റെ മക്കള് കഴിക്കുന്നത്. പ്രവാചകരെ, ഇന്നെനിക്ക് ആ മക്കളെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിലെത്തിയിട്ട് അതാ വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ പെറുക്കി അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇല്ലെങ്കിൽ വിശന്നു വലഞ്ഞ ഒട്ടിയ വയറുമായി അന്തിയുറങ്ങിയ എന്റെ മക്കളാണ്. എണീറ്റ് വരുന്ന സമയത്ത് ഈത്തപ്പഴം കണ്ടാൽ അവരാർത്തിയോടെ തിന്നും പ്രവാചകരെ. എന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോവാൻ തയ്യാറായത് എന്ന് റസൂലുള്ളാഹിനോട് ഒരു സ്വഹാബി പറയുമ്പോ, മക്കളിലേക്ക് കടന്നു വരുന്ന തിന്മയുടെ കവാടങ്ങൾ കൊട്ടിയടക്കാനും ഹറാമിന്റെ മാർഗങ്ങൾ മുഴുവനും കൊട്ടിയടക്കാനും സ്വഹാബത്ത് കാണിച്ച ആ ഒരു ശ്രദ്ധയുണ്ടല്ലോ.
അത് ഇഷ്ടപ്പെട്ട റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരടിമയുടെ ക്വാളിഫിക്കേഷനാണ് പ്രിയപ്പെട്ടവരെ. അത്തരമൊരവസ്ഥയിലേക്ക് നമുക്കും എത്താൻ സാധിക്കണമെന്നാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഒന്ന് ഈ ആയത്തിലൂടെ പഠിപ്പിച്ച മറ്റൊരു ഗുണം കൂടിയുണ്ട്. അതും കൂടി നമ്മളിൽ ഉണ്ടായാലേ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്താണ്? സർവ്വ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരായിരിക്കും അള്ളാഹുവിന്റെ അടിമകൾ, കാരുണ്യവാനായ റബ്ബിന്റെ അടിമകൾ. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരാ. സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹ് പറഞ്ഞില്ലേ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ദ ലഗ്വ് അനാവശ്യമാണ്. അനാവശ്യമായ സർവ്വ വൃത്തികേടുകളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകൾ, വിശ്വാസികൾ, കാരുണ്യവാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹ് പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമാ. എന്താണ്? വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവർ ഈ പറയപ്പെട്ട ഇബാദത്തുകളൊക്കെ നിർവഹിക്കുന്ന ആളുകളാ. ആ ഇബാദത്തുകളൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ തിന്മകളായി പഠിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളിന്റെ ഒരംശം പോലും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹ് പറയാ, വ്യാജമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി നിൽക്കാത്തവർ, അനാവശ്യമായ പ്രവർത്തികൾ നടക്കുന്നിടത്തുകൂടി പോവുകയാണെങ്കിൽ അതിനോട് ഒരു താല്പര്യവും തോന്നാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരായിരിക്കും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ. ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വ്യാജമായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹിയ അഅയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ ആളുകളുടെ ആഘോഷങ്ങളാണ്. മുശ്രിക്കീങ്ങളായ റബ്ബല്ലാത്തവർക്ക് മുന്നിൽ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ആഘോഷങ്ങളാണ്. ആ ആഘോഷങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നവരാണ്. ഒരു നിലക്കും അതിന് ആശംസകൾ അർപ്പിക്കാനോ അത്തരം പ്രവർത്തനങ്ങൾക്ക് സന്നിഹിതരാകാനോ അവർ തയ്യാറാകുന്നില്ല. ഒരു താല്പര്യവും മനസ്സിലില്ല. കാരണം അത് റബ്ബിന് വെറുപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കടന്നു വരുന്ന ആഘോഷങ്ങളാണ്, വിട്ടുനിൽക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ അല്ലാഹ് പറഞ്ഞു, എല്ലാ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോ ഈ ആയത്തുകളിൽ തന്നെ ചിലത് റബ്ബ് ചേർത്തി പറഞ്ഞു. എന്തൊക്കെയാണ്? വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കി വെച്ചിട്ടുള്ള ജീവനെ ന്യായമായ കാരണത്താലല്ലാതെ ഹനിച്ചു കളയാത്തവരാ, കൊലപാതകം നടത്താത്തവരാ, മറ്റുള്ളവരെ കൊല്ലുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം ശരീരത്തെ പോലും പ്രിയപ്പെട്ടവരെ കൊല്ലാൻ തയ്യാറാവാത്തവരാ. ആത്മഹത്യകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായ കാരണങ്ങളാൽ എത്ര കുടുംബങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ, എത്ര ഉമ്മമാരാ, സഹോദരിമാരാ, എത്ര മക്കളാണ് പ്രിയപ്പെട്ടവരെ എന്ന് ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു വൻ പാപങ്ങളായി പഠിപ്പിച്ച കൂട്ടത്തിൽ ഖത്ലുൻ നഫ്സ് എന്ന മനുഷ്യവധമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽപ്പെട്ടതാണ് ആത്മഹത്യ. റബ്ബ് അനുഗ്രഹമായി തന്ന ശരീരമുണ്ടല്ലോ, ജീവനുണ്ടല്ലോ, അത് റബ്ബിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കല. റബ്ബ് തന്ന ആത്മാവ്, ഈ ജീവന് അള്ളാഹുവിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കല. അല്ലേ? മാത്രമല്ല വീണ്ടും അല്ലാഹ് പറയാ, വലാ യസ്നൂൻ, അവര് വ്യഭിചരിക്കാത്തവരാണ്. തിന്മകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു പാതകമായി തന്നെ പഠിപ്പിച്ചതാണ് വ്യഭിചാരമെന്ന് പറയുന്നത്.
കാരണം അല്ലാഹുവിന്റെ റസൂല് ജാഹിലിയത്തിലേക്ക് ഖുർആനിന്റെ സന്ദേശങ്ങളുമായി കടന്നു വരുന്ന സമയത്ത് ആ ജനതയിലുണ്ടായിരുന്ന 3 കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒന്ന് വൈൻ, വാർ, വുമൺ, അല്ലേ? മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും അപ്പോസ്തലന്മാരായിരുന്നു. അവരെയാണ് മാറ്റിയെടുത്തത്. വലാ തഖറബുസ്സിന, അല്ലാഹു പറഞ്ഞു അടുത്തു പോകരുത്. എന്നിട്ട് എല്ലാ കവാടങ്ങളും അടച്ചു. കണ്ണുകൊണ്ട് അനാവശ്യം കാണല്, അത് മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലൂടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അനാവശ്യമായ കാഴ്ചകൾ കാണല്, അത് നേർക്കനേരെ കാണലാണെങ്കിലും അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. കാതുകൊണ്ട് അനാവശ്യം കേൾക്കല്, അന്യ പുരുഷന്റെ സംസാരമാണെങ്കിലും അന്യ പെണ്ണിന്റെ സംസാരമാണെങ്കിലും മോശമായ എന്തും പ്രിയപ്പെട്ടവരെ കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. നാവിന്റെ സംസാരത്തിൽ അനാവശ്യങ്ങൾ കടന്നു വരിക എന്ന് പറയുന്നത് നാവിന്റെ വ്യഭിചാരമാണ്. മനസ്സിൽ മോശമായ ചിന്തകൾ ഉണ്ടാവുക എന്നത് മനസ്സിന്റെ വ്യഭിചാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭീകരമായ ഖബറിന്റെ ഭയാനകമായ ശിക്ഷകൾ കണ്ടപ്പോ ആ കൂട്ടത്തിൽ ഒരു ശിക്ഷ എന്താണ്? വിശാലമായ ഒരു അടുപ്പ്, മുകൾ ഭാഗം കുടുസായ, അടിഭാഗം വിശാലമായ ഒരു അടുപ്പാണ്. അതിന്റെ അടിയിൽ തീയാളി കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലതാ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രങ്ങളില്ലാതെ അതിലിങ്ങനെ തളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാഴ്ചകളും കണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ കാഴ്ചകളെ കുറിച്ച് കൂടെയുള്ള മലായിക്കത്ത് വിശദീകരിച്ചു കൊടുത്തപ്പോ ഈ അടുപ്പിൽ കഴിയുന്ന ആളുകൾ ആരാ എന്ന് ചോദിക്കുമ്പോ അവര് വ്യഭിചാരികളാ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാ അല്ലാഹു പറയാ സൂറത്തുൽ മുഅ്മിനൂൻ. അല്ലാഹു പറഞ്ഞു വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അവർക്ക് അല്ലാഹ് അനുവദിച്ച മാർഗത്തിലൂടെ മാത്രമേ അത്തരത്തിലുള്ള സുഖം തേടി അവർ പോകൂ. അതിനപ്പുറം വല്ല മാർഗവും അവർ ആഗ്രഹിച്ചു പോയാൽ അവരാണ് അതിരുവിട്ടവർ, അവരാണ് ധിക്കാരികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലേ? ഇങ്ങനെ സർവ്വ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. എന്തേ കാരണം? അല്ലാഹ് ഹറാമാക്കിയ ഒരു പ്രവർത്തനത്തിന്റെ പിന്നാലെയും ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും പോകാൻ തയ്യാറാവാത്തവരാണ് കാരുണ്യവാനായ റബ്ബിന്റെ അടിമകൾ എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം കൂടി അല്ലാഹ് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹ് കൃത്യമായി പഠിപ്പിച്ചു. ഈ പറയപ്പെട്ട കാര്യങ്ങള് പാടില്ലെന്ന് പറഞ്ഞിട്ടെങ്ങാനും ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അറിഞ്ഞ തിന്മ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ശിക്ഷ ഡബിള, ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്നാണ് അല്ലാഹ് പറയാ. യുളാഅഫു ലഹുൽ അദാബ് യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. ഈ കാരുണ്യവാന്റെ അടിമകളുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറയാ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. ഈ പറയപ്പെട്ട തിന്മകൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ അവർക്ക് ഇരട്ടിയാണ് പ്രിയപ്പെട്ടവരെ ശിക്ഷ വരുന്നത്. ഇരട്ടിയാണ് ശിക്ഷ, അല്ലേ? ഇത് ഖുർആന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് ഈ സത്യം അറിഞ്ഞിട്ടും ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ. സത്യമറിയാം എന്നിട്ടും അത് മൂടി വെച്ച് തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഹക്ക് മറച്ചു വെച്ച് ശിർക്ക് പറയുന്ന, ബിദ്അത്ത് പറയുന്ന, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ നാളെ ആഖിറത്തിലെ
ഇപ്പോ ഉസ്താദ് നരകത്തിലാണോ, ഞങ്ങളും ആ നരകത്ത് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയാൻ തയ്യാറാകുന്ന പല ആളുകളുമുണ്ട്. ആവേശ കമ്മിറ്റി അല്ലേ? എന്നാൽ നാളെ ആഖിറത്തിലെത്തിയിട്ട് നരകം കാണുമ്പോ, നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ഈ ആളുകൾ പറയും, റബ്ബനാ ഇന്നാ അത്വഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാര്, നേതാക്കന്മാര്, സാദാത്യങ്ങളും ഞങ്ങളെ പിഴപ്പിച്ചു റബ്ബേ. അവരെ ഞങ്ങൾ അന്ധമായി അനുസരിച്ചു പോയി, തൊണ്ട തൊടാതെ വിഴുങ്ങി റബ്ബേ. അവര് പറഞ്ഞതെല്ലാം അല്ലാഹുവോട് പറയാണ്, റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. ഞങ്ങൾക്ക് കിട്ടിയതുപോലെ അവർക്ക് ഇരട്ടി കൊടുക്കണേ അല്ലാഹ്. വൽഅൻഹും ലഅനൻ കബീറാ. അവരെ നീ ശപിക്കുകയും ചെയ്യണേ അല്ലാഹ്. ആരെ? ഈ സാദാത്യങ്ങളെയും നേതാക്കന്മാരെയും അല്ലേ? ഇരട്ടിയാണ് ശിക്ഷ. അതറിയുന്നവരാണ് വിശ്വാസികള്. അതുകൊണ്ട് തന്നെ ജീവിതത്തില് അല്ലാഹ് നിഷിദ്ധമാക്കിയ ഒരു പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയും അവര് പോകുന്നില്ല. അത് എത്ര ചെറുതായാലും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വശർറൻ യറാ. അണുമണി തൂക്കം തിന്മയില്ല, നന്മകളും മാത്രം. കാരണം തിന്മ ചെയ്താൽ അത് കിതാബിലും കാണും, അത് കിതാബിലുണ്ട്. ദർറത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറുമ്പിന്റെ കാലുകൾക്കാണ് പറയുന്നത്. അത്ര ചെറിയത് ഇനി പറയാൻ വേറെ വാക്കില്ല അറബിയിൽ. അത്ര ചെറിയ ഒരു തിന്മ പോലും പണ്ഡിതന്മാര് പറയാ, ലാ തൻദുർ ഇലാ സിഗറിൽ ഖതീഅ. പാപത്തിന്റെ ചെറുപ്പത്തിലേക്കല്ല നോക്കേണ്ടത്. ഒരു തെറ്റു ചെയ്യാൻ തയ്യാറാകുമ്പോ അക്ബറായ റബ്ബിനെയാണ് നീ ധിക്കരിക്കുന്നത്. റബ്ബിന്റെ വലിപ്പം നോക്കിയാൽ മതി എന്നാണ്. അല്ലാഹ് അക്ബറാണ്. ആ അക്ബറായ റബ്ബിന്റെ വലുപ്പം നോക്കിയ അവനെയാണ് നീ ധിക്കരിക്കുന്നത്. തിന്മ ചെയ്യുമ്പോ ചെറുപ്പത്തിലേക്കല്ല നോക്കേണ്ടത്. അത് കുറഞ്ഞ സമയമല്ലേ, ഒരു അരമണിക്കൂറല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. വിശ്വാസികള് അത്തരം എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്, നന്മകളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവരാണ്. എന്നിട്ട് അവസാനം അല്ലാഹ് പറയുന്നുണ്ട്, ഇങ്ങനെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ. അത്തരക്കാർക്ക് തങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രതിഫലമായി നൽകപ്പെടും. അല്ലാഹ് അവസാനിപ്പിക്കുക കാരുണ്യവാന്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് പറയാ, അവർക്ക് ക്ഷമിച്ചത് കൊണ്ട് സ്വർഗമുണ്ട്. എന്തിനാ ക്ഷമ? പ്രതിസന്ധികളുണ്ടായി, നന്മകൾ ചെയ്തപ്പോ, നന്മയുടെ മാർഗത്തിൽ ഉറച്ചുന്നപ്പോ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ക്ഷമിച്ചു. ജീവിതത്തില് പല പരീക്ഷണങ്ങളും റബ്ബ് തന്നു. ഈ സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണോ എന്ന് നോക്കാൻ പടച്ച റബ്ബ് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പല പരീക്ഷണങ്ങളും തന്നു. ക്ഷമിച്ചു. നന്മ ചെയ്യാൻ ക്ഷമ അത്യാവശ്യമാണ്. തിന്മകൾ ചെയ്യാൻ, കാണാൻ, കേൾക്കാൻ, പ്രവർത്തിക്കാൻ അവസരങ്ങളെമ്പാടുമുണ്ടായി. ക്ഷമയോടുകൂടി ആ തിന്മകളിൽ നിന്ന് മാറി നിന്നു. അതുകൊണ്ട് തന്നെ അവർക്കതാ ഉന്നതമായ പ്രതിഫലം അല്ലാഹു നൽകുന്നു. ഫിഹാ തഹിയ്യത്തും വസലാമൻ, തഹിയ്യത്തും വസലാമൻ ഖാലിദീന ഫീഹാ. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യത്തോടെ, സമാധാന ആശംസയോടുകൂടി അവർ അവിടെ സ്വീകരിക്കപ്പെടുന്നവരായിരിക്കും. റബ്ബിനെ സ്വീകരിച്ചതിനാൽ, റബ്ബിന്റെ കൽപ്പനകൾ സ്വീകരിച്ചതിനാൽ അല്ലാഹു അവരെ സ്വീകരിക്കുന്നു. മലക്കുൽ മൗത്തും അനുയായികളും റൂഹ് പിടിച്ചു പോകുമ്പോ ഒന്നാം ആകാശത്തിന്റെ കവാടത്തിലെ കാവൽക്കാരായ മലക്കുകളും അവരെ സ്വീകരിക്കുന്നു. അവരുടെ കൂടെ രണ്ടാം ആകാശത്തേക്ക് പോകുന്നു. 7 ആകാശ ലോകവും കടന്ന് റബ്ബിലേക്ക് എത്തുമ്പോഴേക്ക് 7 ആകാശ ലോകത്തിന്റെ കവാടത്തിലെ കാവൽക്കാർ ഈ ആത്മാവിനെ അകമ്പടി സേവിച്ച് പിന്നാലെയുണ്ട്. എന്തൊരു സ്വീകരണമാ!
കാരണം ഈ ലോകത്ത് റബ്ബിന്റെ കൽപ്പനകൾ സ്വീകരിച്ചവരാ, റബ്ബിനെ സ്വീകരിച്ചവരാ, റബ്ബിന്റെ പ്രവാചകനെ സ്വീകരിച്ചവരാ, റബ്ബിന്റെ കലാമിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല, രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ലാതെ റബ്ബിനെ സൂക്ഷിച്ച് റബ്ബിനെ ഭയന്ന് ജീവിതം നയിച്ച ആളുകളാണ്. അവരെ അല്ലാഹ് സ്വീകരിക്കുന്നു. ഹസുനത് മുസ്തഖറം വ മുഖാമാ. അല്ലാഹ് പറയാം, അവർക്ക് എത്ര നല്ല താവളവും പാർപ്പിടവുമാണ് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിൽ ഗുണങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞു, ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുത്തവർ. എന്ത്? അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനമല്ലേ അൽ ഫിർദൗസ്, അതിനെ അനന്തരമെടുത്തവരാണ് ഈ പറയപ്പെട്ട ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇതിലേതാനും ചില സ്വഭാവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഏതാനും ചില തിന്മകളെ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ ആയത്തിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്ത് കേട്ടാലും അതിന്റെ മുന്നിൽ സമിഅനാ വ അത്അനാ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് റബ്ബിന് ഇഷ്ടപ്പെടുന്ന അടിമകള്. ആ അടിമകളായി ജീവിച്ചു മരിച്ചു പോകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 16-ാം തീയതി എടവണ്ണ വെച്ച് നടക്കുന്ന മലപ്പുറം ഈസ്റ്റില്ല യൂത്ത് കോൺക്ലേവിന്റെ ഭാഗമായി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അനവധി പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ ശാഖയിൽ നടന്നു വരാനുണ്ട്. അതിലെല്ലാം ഭാഗമായി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുൻപന്തിയിലുണ്ടായി ആ ഒരു പ്രോഗ്രാമിലേക്കും കൃത്യമായി എത്തിച്ചേരാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.